കോവിഡ് രണ്ടാം തരംഗത്തിലെ അതിതീവ്ര വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ 10-ലധികം രാജ്യങ്ങളാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് ഏപ്രിൽ മാസത്തിൽ മാത്രം വിലക്കേർപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്നുള്ളവരിൽ ഗൾഫിലേക്കുള്ള യാത്രാവിലക്ക് ഏറെ തിരിച്ചടിയാകുന്നത് മലയാളികൾക്ക് തന്നെ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസി ഇന്ത്യക്കാരിൽ നല്ലൊരു ശതമാനം മലയാളികളാണ്. പ്രത്യേകിച്ച് UAEയുടെ വിലക്ക് നീങ്ങാൻ കാത്തിരിക്കുകയാണ് പ്രവാസികൾ. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്കാരുടെ യാത്രാവിലക്ക് നീക്കാൻ അടിയന്തര നടപടി വേണമെന്ന് UAEയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ വ്യക്തമാക്കി. മന്ത്രിയും ദുബായ് എക്സ്പോ ഡയറക്ടർ ജനറലുമായ റീം അൽ ഹാഷ്മിയുമായി നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം മുന്നോട്ട് വച്ചത്. വാക്സിൻ എടുത്ത ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കാൻ നടപടി വേണമെന്നും ഇന്ത്യയിലെയും UAEയിലെയും വാക്സിനുകൾക്ക് പരസ്പരം അനുമതി നൽകുന്നതിനെക്കുറിച്ചും ചർച്ച നടന്നതായാണ് റിപ്പോർട്ട്. അതിനിടെ ഇന്ത്യയിൽ കുടുങ്ങിയ ആരോഗ്യ പ്രവർത്തകർ UAEയിൽ തിരിച്ചെത്തി തുടങ്ങിയിട്ടുണ്ട്. ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ പ്രത്യേക അനുമതിയോടെ ഇന്ത്യയിൽ നിന്നുള്ള മെഡിക്കൽ സംഘം UAEയിൽ മടങ്ങിയെത്തി. ആസ്റ്റർ ഹോസ്പിറ്റലുകളിലെയും ക്ലിനിക്കുകളിലെയും ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ എന്നിവരിൽപ്പെട്ട സംഘമാണ് എത്തിയത്. മറ്റ് സ്വകാര്യ മെഡിക്കൽ സംരംഭങ്ങളും ഇന്ത്യയിൽ കുടുങ്ങിയ ജീവനക്കാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള തിടുക്കത്തിലുമാണ്. കൂടാതെ UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങൾ ഏർപ്പെടുത്തിയ വിലക്ക് കടുത്ത തിരിച്ചടിയാണ് പ്രവാസികൾക്ക് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിൽ നിന്നുള്ളവരിൽ ഗൾഫിലേക്കുള്ള യാത്രാവിലക്ക് ഏറെ തിരിച്ചടിയായത് മലയാളികൾക്കാണ്. ഏകദേശം 20 ലക്ഷത്തോളം പേർ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി ജോലി ചെയ്തു വരുന്നതായാണ് റിപ്പോർട്ട്. ഇവരിൽ കൂടുതൽ പേരും ജോലി ചെയ്യുന്നത് സൗദി അറേബ്യ, UAE എന്നീ മേഖലകളിലാണ്. നിലവിൽ കോവിഡ് കാലത്ത് 5 ലക്ഷത്തോളം പ്രവാസികൾ കേരളത്തിലേക്ക് തിരിച്ചു വന്നിരുന്നു. ഇവരിൽ ചെറിയൊരു വിഭാഗത്തിന് മാത്രമാണ് ഇതുവരെ തിരികെ ജോലി സ്ഥലങ്ങളിലേക്ക് തിരിച്ചെത്താൻ സാധിച്ചത്. കോവിഡ് ഒന്നാം തരംഗം ശമിച്ച കാലയളവിലായിരുന്നു ആ മടങ്ങിപ്പോക്ക്. ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ കൂടുതലായി നാട്ടിലേക്ക് വരാനുള്ള അവധിക്കാലത്തേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. എന്നാൽ രാജ്യത്തേക്ക് വരാൻ സാധിച്ചാൽ പോലും തിരികെ കൃത്യസമയത്ത് മടങ്ങിപ്പോയി ജോലിയിൽ പ്രവേശിക്കാൻ നിലവിലത്തെ സാഹചര്യത്തിൽ സാധ്യമാകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ പലരും ഇത്തവണയും നാട്ടിലേക്കുള്ള വരവ് മാറ്റിവെച്ച് അവധിക്കാലത്തും പ്രവാസ ജീവിതം തുടരുകയാണ്. നാട്ടിലേക്ക് എത്തിയ പലർക്കും രണ്ടാം തരംഗം തുടങ്ങിയ ശേഷം തിരികെ പോകാൻ സാധിച്ചിട്ടുമില്ല. ഏപ്രിൽ മുതൽ ആരംഭിച്ച യാത്രാവിലക്ക് ആദ്യം ഏതാനും ദിവസങ്ങളിലേക്കാണ് പ്രഖ്യാപിച്ചതെങ്കിലും ഇന്ത്യയിൽ കോവിഡ് വ്യാപനം അതിതീവ്രമായ സാഹചര്യത്തിൽ വിലക്ക് നീട്ടുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളമായി യാത്രാവിലക്ക് കാലാവധി നീണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 24-ന് തുടങ്ങിയ യാത്രാവിലക്ക് ജൂലൈ അവസാനം വരെ നീളുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. രാജ്യത്തെ നിരവധി പേരുടെ ജോലിയെയും വരുമാന മാർഗത്തെയും ജീവിതത്തെയും ഇത് സാരമായി ബാധിക്കുമെന്ന ആശങ്കയിലാണുള്ളത്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ ജോലി ചെയ്യുന്ന പ്രദേശമാണ് UAE. അതിനാൽ തന്നെ കേരളത്തിനെ മാത്രമല്ല, ഇന്ത്യയുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെയും ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇന്ത്യക്കാർക്ക് ദുബായിൽ പ്രവേശിക്കാനുള്ള ചട്ടങ്ങളിൽ ചില ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. യാത്രാ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ഈ പ്രഖ്യാപനം. ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങളിൽ നിന്ന് ദുബായിലെത്തുന്ന യാത്രക്കാർക്കുള്ള നിയന്ത്രണങ്ങൾക്കാണ് ഇളവ് നൽകാൻ തീരുമാനിച്ചത്. ഇന്ത്യക്ക് പുറമെ ദക്ഷിണാഫ്രിക്ക, നൈജീരിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്കുള്ള നിയന്ത്രണങ്ങൾ കുറച്ചു. UAEയിൽ താമസ വിസയിലുള്ളവർക്ക് 2 ഡോസ് കോവിഡ് വാക്സിൻ സ്വീകരിച്ചാൽ ദുബായിൽ പ്രവേശിക്കാൻ പുതുക്കിയ നിയന്ത്രണങ്ങൾ പ്രകാരം സാധിക്കുന്നതായിരിക്കും. UAE അംഗീകരിച്ച വാക്സിൻ സ്വീകരിച്ചവർക്കാണ് ഇത്തരത്തിൽ പ്രവേശനാനുമതി ലഭിക്കുക. ഇന്ത്യയിൽ നൽകുന്ന വാക്സിനുകളിൽ കോവിഷീൽഡ് വാക്സിനാണ് UAEയിൽ അംഗീകാരമുള്ളത്. ഇത്തരം മാറ്റങ്ങൾ ജൂൺ 23 ബുധനാഴ്ച മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിരുന്നു. UAE അംഗീകരിച്ച വാക്സിനുകളുടെ 2 ഡോസുകൾ സ്വീകരിച്ച ദുബായിലെ താമസക്കാരായവർക്ക് ഇവിടെ പ്രവേശിക്കാൻ സാധിക്കും. യാത്ര ചെയ്യുന്നതിന് 48 മണിക്കൂറിനുള്ളിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് പരിശോധനാ ഫലം ഹാജരാക്കിയിരിക്കണം. UAE പൗരന്മാർക്ക് ഇതിൽ ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. QR കോഡ് സഹിതമുള്ള PCR പരിശോധനയുടെ സർട്ടിഫിക്കറ്റ് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വിമാനം പുറപ്പെടുന്നതിന് 4 മണിക്കൂർ മുമ്പ് എല്ലാ യാത്രക്കാരും റാപ്പിഡ് PCR ടെസ്റ്റ് നടത്തണം. ദുബായ് വിമാനത്താവളത്തിൽ എത്തുമ്പോൾ എല്ലാ യാത്രക്കാരും PCR പരിശോധനയ്ക്ക് വിധേയരാക്കണം. PCR പരിശോധനാ ഫലം ലഭിക്കുന്നതുവരെ യാത്രക്കാർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ കഴിയിരിക്കണം. UAE പൗരന്മാർക്കും നയതന്ത്ര ഉദ്യോഗസ്ഥർക്കും ഈ നിബന്ധനകളിൽ ഇളവ് നൽകിയിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.